അയ്യോ വേണ്ടേ എന്ന് പറഞ്ഞിരുന്ന പാവയ്ക്ക് നമ്മൾ ആഹാ വേണമെന്ന് പറയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കിടിലൻ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഇന്നത്തെ റെസിപ്പിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാവയ്ക്ക ആയതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും പറയേണ്ട ആവശ്യമില്ല, പാവയ്ക്കല്ലേ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ പാവയ്ക്ക റെസിപ്പി ഉണ്ടാക്കുന്നത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലൊട്ടും കയ്പില്ല. രണ്ടാമത്തെ കാര്യം, ഈ പാവയ്ക്ക റെസിപ്പി ഒരു തവണ കഴിച്ചാൽ നിങ്ങൾ എന്തായാലും നാളെ രാവിലെ പോയി വീണ്ടും പാവയ്ക്ക മേടിച്ചിട്ട് വീണ്ടും ഉണ്ടാക്കും. അത്രയും ടേസ്റ്റിയാണ് ഈ ഒരു പാവയ്ക്ക റെസിപ്പി. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് പാവയ്ക്ക ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. സാധാരണ പാവയ്ക്ക ഇനി എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ കയ്പുണ്ടാകും. പക്ഷേ ഇന്ന് നമ്മൾ ഈ തയ്യാറാക്കുന്ന രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അതിന് കയ്പുണ്ടാവില്ല. കയ്പുണ്ടാവാതിരിക്കാൻ എന്ത് മാജിക്കാണ് അതിൽ ചേർക്കുന്നതെന്ന് അറിയണ്ടേ? അതിലൊരു കുഞ്ഞ് മാജിക് ഉണ്ട്. അപ്പോൾ ആ ഒരു കുഞ്ഞ് മാജിക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത്. സാധാരണ നമ്മൾ എപ്പോഴും പറയും ഇത് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത് ഓക്കെ കുഴപ്പമില്ല, അത്യാവശ്യം കയ്പൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്ന പോലെ പറയാമെന്നുള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഡീപ്പ് ഫ്രൈ ഒന്നും അല്ല ചെയ്യുന്നത്, വേറൊരു ടൈപ്പാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് വീട്ടിൽ ഈ ഒരു ഐറ്റം ഉണ്ടായിട്ടും ഇത്ര നാൾ ഇത് ചേർക്കാൻ തോന്നിയില്ല എന്ന് നമുക്ക് തോന്നിപ്പോട്ടോ. കാര്യം ഞാനും ഇത് ഉണ്ടാക്കുമ്പോൾ ആദ്യം വിചാരിച്ചു ഇത് കറക്റ്റ് ആയിരിക്കുമോ, ശരിയായിരിക്കും. എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഇങ്ങനെ ഇത് ചേർത്ത് കഴിഞ്ഞാൽ മാറും. പക്ഷേ ഇത് ചേർക്കാനായിട്ടുള്ള മടിയും അതുപോലെ ഇത് ഉണ്ടാക്കുന്ന നേരത്തെ ഉറപ്പായിട്ടും അവർ ചേരുവാൻ മറന്നു. അപ്പോൾ ഒരു തേങ്ങയും ഇഞ്ചിയും നന്നായിട്ട് ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങയും ഇഞ്ചിയും മാത്രം ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വേറൊരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുക് ചേർത്ത് കൊടുക്കുക, കടുക് പൊട്ടിക്കുക, കറിവേപ്പില ചേർത്ത് കൊടുക്കുക, ചുവന്ന മുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാവയ്ക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ മാജിക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ. എന്തായാലും മാജിക് ചേർക്കാൻ പോകണമെന്നറിയോ? പാവയ്ക്ക് ചേർത്തതിന് ശേഷം നമുക്കിത് വേകണമല്ലോ. വേകണതിന് മുമ്പ് ഇതിൽ കുറച്ച് ചേരുവകളൊക്കെ വേണമല്ലോ. വെറുതെ ഇങ്ങനെ പാവയ്ക്ക് കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി അടുത്തായിട്ട് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഇതിൽ കറക്റ്റായിട്ട് ഉപ്പൊക്കെ ചേരണം. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് സെറ്റാക്കി എടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് 2 മിനിറ്റ് ആ ഒരു ചൂടിൽ ഇങ്ങനെ ആയതിനു ശേഷം അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ ആ ഒരു ആവിയിൽ കുറച്ചൊന്ന് വെന്തിട്ടുണ്ടാവും. പക്ഷെ അതുപോലെ നമ്മുടെ മാജിക്കൽ ആ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒന്ന് പകുതിയോളം വെന്തിട്ടുണ്ടാവും. ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കുമ്പോൾ ഇത് പകുതി വെന്തിട്ടുണ്ടാവും. ഇനി അടുത്ത് ചേർക്കേണ്ട എന്താണെന്നറിയോ? അടുത്ത ചേരുവയാണ് നമ്മുടെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ഇഞ്ചിയും. ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ ഇതിൽ കുറച്ച് നല്ല പോലെ തന്നെ അറിയും. അപ്പോൾ ആ ഇഞ്ചിയുടെ ഫ്ലേവർ വരുമ്പോൾ നമ്മുടെ പാവയ്ക്കയുടെ ആ ഒരു കയ്പ്പ് കുറച്ചുകൂടെ ഒന്ന് വ്യത്യാസം വരും. പക്ഷേ കഴിഞ്ഞിട്ടില്ല. അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ചതച്ച് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവിനുള്ള മുളക് വേണമല്ലോ, ചുവന്ന മുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് അടുത്ത ചേരുവ എന്താണെന്നറിയോ? കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി എന്തായാലും ചേർക്കണം. അപ്പോൾ പച്ചക്കറിയൊക്കെ വേഗം എന്തായാലും മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇനി ചെയ്യേണ്ടത് കുറച്ച് മുളക് പൊടിയായിട്ട് തന്നെ ചേർക്കുന്നുണ്ട്. മുളക് പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി മിക്സ് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കാം. കളറും വേണമല്ലോ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതാണ് പുളിവെള്ളം. പുളിവെള്ളമാണ് നമ്മൾ ഇതിൽ ചേർക്കുന്ന മാജിക്. പുളിവെള്ളം ചേർത്തിട്ടാണ് പാവയ്ക്ക് വേവിച്ചെടുക്കുന്നതെങ്കിൽ പിന്നെ ഇതിനകത്ത് കയ്പോ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവില്ല. നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ചേർത്തിട്ടുള്ള ചേരുവകളെല്ലാം കണ്ടല്ലോ, ഈ പൊടികളെല്ലാം ചേർത്ത് ഈ പുളിവെള്ളം മാത്രം, വേറെ വെള്ളം ഒന്നും ഉപയോഗിക്കരുത്. ആദ്യം നമ്മൾ ആ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചെയ്തെന്താണെന്ന് വെച്ചാൽ പുളിവെള്ളത്തിൽ തന്നെ ഇത് വറ്റിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു അന്യായ ടേസ്റ്റാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും ചെയ്ത് നോക്കണം. തേങ്ങയും ജീരകവും അതുപോലെ ഇഞ്ചിയും ഒക്കെ കൂടെ ചേർന്നിട്ട് ഇതിനെ അടച്ചു വെച്ച് ചെറിയ തീയിൽ തന്നെ വേവിക്കുക. വെള്ളം കുറയും തോറും വീണ്ടും പുളി തന്നെ ചേർത്ത് കൊടുക്കുക. പാവയ്ക്ക ആയതുകൊണ്ട് തന്നെ പുളി രസം മുന്നിട്ട് നിൽക്കുമെന്ന് നമുക്ക് തോന്നില്ല. ആ ഒരു കയ്പൊക്കെ കറക്റ്റായിട്ട് ബാലൻസ് ആയി പൂർണ്ണമായിട്ടും കയ്പില്ലാതായിട്ട് നമ്മുടെ ബാക്കി ചേർത്ത ചേരുവകളുടെ എരിവും ആ ഒരു മണവും ഒക്കെ കൂടെ ചേർന്നിട്ട് ആ പുളി ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ചില സമയത്തൊക്കെ ഈ പുളി ചേർന്നിട്ടുള്ള വിഭവങ്ങളോട് കുറച്ച് ഇഷ്ടം കൂടുതലായിരിക്കും അല്ലേ? അങ്ങനെ ഒരു പുളി ചേർന്നിട്ടുള്ളൊരു പാവയ്ക്ക വിഭവമാണ് ഇത്. ഇതിനൊരു അടാറ് ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവർക്കും കഴിക്കാൻ തോന്നും. ഇനി പാവയ്ക്ക കഴിക്കാത്ത ആരുണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് കഴിച്ചു പോകും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. ചോറിൻ്റെ കൂടെ നല്ല ചൂട് കുത്തിരി ചോറും ഈ ഒരു ഐറ്റവും മാത്രം സൈഡിൽ വിളമ്പി കൊടുത്താൽ മതി. ഇതിങ്ങനെ എടുക്കുക, ചോറിലോട്ട് കുഴയ്ക്കുക, കഴിക്കുക. അന്യായ ടേസ്റ്റാണ്. ആ പുളിയും നല്ല എരിവും അതുപോലെ ഇഞ്ചിയും ബാക്കിയുള്ള ചേരുവകളൊക്കെ കൂടി ചേർന്നിട്ട് നല്ല രസമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഈ ഒരു പാകത്തിനായി വന്നിട്ടുണ്ട്. അതായത് അതിലൊഴിച്ച ആ ഒരു ഞാനൊരു 1.5 ഗ്ലാസ് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. 1.5 ഗ്ലാസ് പുളിവെള്ളവും ഈ മസാലയുടെ ഒപ്പം മിക്സായിട്ട് പാവയ്ക്കയുടെ ആ കയ്പ് പൂർണ്ണമായിട്ടും എടുത്ത് കളഞ്ഞ് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഇപ്പോൾ കയ്പൊന്നും ഇല്ലാത്ത നല്ല കറക്റ്റ് അടിപൊളി നല്ലൊരു പാവയ്ക്ക റെസിപ്പിയാണ്. ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് പാവയ്ക്ക കഴിക്കാത്ത വീടുകളിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ പാവയ്ക്ക കഴിക്കുന്നവരായിരുന്നാലും ഇനി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ കുറച്ച് കൂടുതൽ ഊണ് കഴിക്കും. അത്രയും ടേസ്റ്റിയാണ്. പൊതുവേ പാവയ്ക്ക ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്താൽ മാത്രമേ ഒന്ന് തൊടാനെങ്കിലും തോന്നുള്ളൂ. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല. ട്രൈ ചെയ്യണം എന്ന് തന്നെ വീണ്ടും വീണ്ടും പറയുകയാണ്.